ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഇലയടയാണ്. അതിനായി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി നന്നായി ചലിച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് നല്ലവണ്ണം സ്മൂത്തായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായ ഇല ഒന്ന് വാട്ടിയെടുക്കാം. സ്റ്റൗവിലാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. ഇലയൊക്കെ നന്നായി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു ശർക്കരപ്പാനി തയ്യാറാക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ശർക്കരയും ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നതിന് ശേഷം അരിപ്പയിലൂടെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഒരു തേങ്ങ ചിരകിയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും ഉണ്ടാകും. പിന്നീട് അതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച പൗഡറും ജീരകപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് അട പരത്തി തുടങ്ങാം. എത്രത്തോളം കനം കമ്മിയായി പരത്തുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അടയ്ക്ക് നന്നായി പരത്തിയെടുക്കാൻ ശ്രമിക്കണം. നന്നായി കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് നമുക്ക് അത് മൂടി വയ്ക്കാം. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സപ്പോർട്ട് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അമ്മയൊന്ന് കൂട്ടാക്കാൻ ശ്രമിക്കണം. നല്ല കനം കുറച്ചാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ഇലയടയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 തട്ടും ഒരുപോലെ വെച്ച് അതിലേക്ക് ഇല നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവിയേറ്റി വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇലയടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഇലയടയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നീട് ഞാൻ ശർക്കരയൊന്നും ചേർത്താതെ വെറും തേങ്ങ ഇട്ടിട്ട് ഒരു 2 ഇലയട കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഷുഗറുള്ളത് കൊണ്ട് ശർക്കര ഉപയോഗിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ്.